എടുക്കണല്ലേ. മയിലിന്റെ നമ്പർ ഏതായിരുന്നു? 626262. എല്ലാം തുറക്കണില്ലല്ലോ കൊണ്ടിറങ്ങാനായിട്ട്. എന്തുട്ട് സോറി? എത്ര നേരെ നോക്കിക്കണ ഞാൻ പറയാം. എന്തിരിക്കാൻ? എവിടെ ഇരിക്കാൻ? എപ്പ വിളിക്കണ? ഞങ്ങക്ക് എന്തോരം മെസ്സേജ് ഞാൻ എന്തുട്ടാണ് പറഞ്ഞ? എത്ര നേരമായി ഞാൻ ഡോർ നടക്കുക മര്യാദക്കില്ലേ? മനുഷ്യനെ പേടിപ്പിക്കണ ഒരു പരിധിയില്ലേ? സോറിയോടെ നിന്ന് ഒരിക്കലും പറയാം. ശരി ഇരുന്ന് പറ. എനിക്ക് ഇത്ര സമയം എന്താ ഞാൻ പറയാം. എത്ര നേരം വേണം നീ പറയണേ? സമയം കണ്ട പുലർച്ചെ 2 മണിയായി. 6 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യണം എനിക്ക് വേണ്ടി. നിന്റെ കോൾ ഇല്ല, നിന്റെ മെസ്സേജ് ഇല്ല. എന്തോ അത്യാവശ്യം പറിക്കാണ്ടല്ലേ വിളിച്ചേ? അതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ? എന്താ സംഭവം? നീ ഒന്ന് പറയൂ എന്തെങ്കിലും. എന്റെ അമ്മ നീ ആരെങ്കിലും കൊന്ന? അവനെ നീ ശരിക്കും ആരെങ്കിലും കൊന്ന? എടാ എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. അമ്മന്റെ തമാശകളിയല്ല. നീ എന്താ പറയണ? നീ കൊന്നൂന്നാ? എന്ത് കൊന്നു? നീ ആരെ കൊന്നു നീ പറയണ? നീ അവളെ നീ തമാശക്കല്ലേ പറയണേ? പറ്റിപ്പോയടാ. അബദ്ധം? എന്തബദ്ധം? എനിക്ക് അറിഞ്ഞൂടാ. ഒരാളെ കൊല്ലണമെന്നാണോ അമ്മനെ അബദ്ധം? നീ പിന്നെ ആരെന്താണ് നോക്കിയ അബദ്ധം പറ്റിയെങ്കി? നീ എന്റെ പൊന്നമ്മ നീ കഴപ്പ് മൂത്ത കാര്യം ചെയ്തതാണോ? ഞാൻ പറയാം. ശരി ഇരുന്നു. അബദ്ധത്തിൽ എങ്ങനെയാണ് ഒരാളെ സ്വന്തം ഗേൾ ഫ്രണ്ടിനെ കൊല്ലണേ? നീ പറഞ്ഞതാ.
പാറ്റൂർന്നറിയില്ലേ പൂള്, ഞങ്ങളുടെ പൂള് കളിക്കായിരുന്നു. അപ്പോൾ അറിയത്തില്ല എപ്പോഴത്തെ പോലെ എന്തൊക്കെയോ പറഞ്ഞ വഴക്കായി തല്ലായി. ഞാൻ ചെറുതായിട്ട് നൊന്തി അവിടെ. അപ്പോൾ അവൾ ചെന്ന് ഇടിച്ച് വീണു. അവൾ തല ടേബിളിൽ എവിടെ ഇടിച്ച് വീണു നല്ല രീതിയിൽ. പക്ഷെ ഞാൻ വിചാരിച്ചു ഇത്ര സീനാവും. പക്ഷെ നോക്കിയപ്പോൾ ശ്വാസവും ഇല്ല, അവൾക്കൊരു അനക്കവും ഇല്ല. പറ്റിപ്പോയില്ല. നീ ഇങ്ങനെ ഒന്ന് സഹായിക്കേണ്ട റോഷ. ഞാൻ എങ്ങനെ സഹായിക്കണം നീ പറയണേ? ചത്തതിന് ജീവനോടെ മന്ത്രവാദിയൊന്നല്ല, പിന്നെ ജയിലിറക്കാൻ ഞാൻ വക്കീലും അല്ല. എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇങ്ങനെ കയ്യൊഴിയല്ല എന്നെ. വേറെ ആരും ഇല്ലാത്തോണ്ടല്ല പക്ഷെ നിന്നെ ഞാൻ വിളിച്ചത് രാത്രി. നീ ഒന്ന് പറ, നമുക്ക് എങ്ങനെയെങ്കിലും ഇല്ലാത്ത നോക്കണം. നമുക്ക് ആദ്യം ബോഡി ഇവിടെ നിന്ന് മാറ്റണം, എന്നിട്ട് നമുക്ക് തെളിവുകളെല്ലാം ഇല്ലാണ്ടാക്കണം. എന്റെ പൊന്നമ്മനെ, നീ പറഞ്ഞ എളുപ്പമല്ല ഇത്. നമ്മുടെ നാട് പോലെ അല്ലത്. നിനക്ക് തോന്നുമ്പോൾ കൂടി കുഴിച്ചിടാനും മാറ്റിയെടുക്കാനും ഒക്കെ ഇവിടത്തെ പോലീസാണ് എന്തായാലും പൊക്കും. ഇതിപ്പോ ഞാൻ കൂടി പെട്ടില്ലേ? നമുക്ക് റെന്റ് കാർ എടുത്തിട്ട് ബോഡി ഇട്ട് ദൂരെല്ലാം കൊണ്ട് കളഞ്ഞാലോ? പറ്റുമോ? എന്റെ പൊന്നമ്മനെ, നിനക്ക് ബോധമില്ലേ? അവൻ നടക്കണ കാര്യമില്ല. എന്തായാലും പോലീസുകാർ പൊക്കും. പോരാത്തിന് ഈ GPS വണ്ടി വരെ നടക്കില്ല, റെന്റ് കാർ നടക്കില്ല. കാരണം നമ്മൾ എങ്ങനെ പോലും ട്രാക്ക് ചെയ്യും. ഏതായാലും പോലീസ് അന്വേഷിച്ചു വരും. പോരാത്തിന് അവളെ ഫ്രണ്ട്സ് എല്ലാവരും മൊഴി തരും. അല്ലെങ്കിലും അവർക്ക് എടുക്കുന്നത് ഇഷ്ടമല്ല. നീ എന്തെങ്കിലും വഴി പറഞ്ഞ? എന്റെ പൊന്നമ്മനെ, ഇതിപ്പോ എന്റെ കൂടി ആവശ്യമായി പോയി. ഞാൻ കൂടി പെട്ടുപോയി. വീട്ടിലുണ്ടാക്കല്ലേ? ശരിക്കും നമുക്ക് കാമായിട്ട് ആലോചിക്കാം, എങ്ങനെ എന്റെ ഇപ്പൊ ചെയ്യാ ബോഡി ഒഴിവാക്കാൻ. എനിക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് ചാച്ചിനോട് പൊന്നും മൈര്യ നടക്കണ കാര്യമല്ല. അതൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. എന്റെ പൊന്നു മോനെ, ഒരു കൊലയെങ്കിലും യൂസ് ചെയ്യാൻ പഠിക്കും. അതൊക്കെ പോട്ടെ, ബോഡി ഇപ്പൊ എവിടെയാ? നീ അത് പറയും. ബോഡി അവിടെ മാറ്റിയിട്ടില്ല, പാർട്ടി റൂമിൽ തന്നെ ഉണ്ട്. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഏതായാലും ഉടമ്പരേ നമുക്ക് പോയി നോക്കാം. എന്നാലും അവനെ ഏത് നേരത്താണ് എനിക്ക് തോന്നിയേ? എന്തൊക്കെ തലവേദന ഇനി. ആലോചിക്കുമ്പോ കൈകാലം വരക്കിയ. നീയോ പെട്ട്. എന്തിനാണ് എന്നെ കൂടി ഇതിൽ കളിച്ചു വെച്ചേ? നമുക്ക് അല്ലെങ്കിൽ സത്യങ്ങളെല്ലാം പോലീസിനെ വിളിച്ച് പറഞ്ഞാലോ? ജസ്റ്റ് പറയാം, ബോഡി റിപ്പോർട്ട് ചെയ്ത കാര്യം പറയാം. നമ്മളല്ല അവിടെ തന്നെ വീണാന്നെല്ലാം പറഞ്ഞാലോ? നടക്കില്ല, ശരിയാവില്ല. കാരണം അവളുടെ ഫ്രണ്ട്സ് എങ്ങനെ പോയാലും നിനക്ക് അതിനെ വഴി പറയും. കാരണം നീയും അവളും തമ്മിൽ നല്ല ടേംസിലാണ്, നമുക്ക് നല്ല പോലെ അറിയാം. അവരെ നീ എന്തായാലും പോകും. എന്തൊരു നാറിയാണോ ജീവിച്ചപ്പോ നീ പാവസമാനം കൊടുക്കില്ല. ഒന്ന് കളഞ്ഞ പാവത്തെ പരനാറി. ഞങ്ങൾ അവരോട് പ്രശ്നങ്ങൾ തുടങ്ങാൻ കാരണം നീ ഒറ്റൊരുത്തനാണ്. നീ എന്ത് തന്നെയാണ് പറയണേ? കൂടുതൽ കിടന്ന് ഉരുളല്ലേ റോഷ. എനിക്കറിയാം ഞാൻ ഇല്ലെന്നപ്പോ നിങ്ങൾ രണ്ടോടൊക്കെ കാണിച്ചത്. നീ എന്താ പറയണേ? ഞാനാണോ എന്തുണ്ടായി നീ പറയണേ? പറ്റി റോഷ, നീ കൂടുതൽ കിടന്ന് ഉരുളല്ലേന്നായേ. അവള് ചാവണമെന്നോ അവളെല്ലാ സത്യങ്ങളും എന്നോട് പറഞ്ഞു. അന്നേ ഞാൻ ഉറപ്പിച്ച ഞാൻ അവളെയും കൊല്ലും, ഞാനും ചാവും. അവളെ ഞാൻ കൊന്നു. ഇനി നീ ഇതിൽ വിട്ട് എന്നിട്ട് കൂടുതലൊന്ന് കുണയ്ക്കാണ്ട് നീ എങ്ങനെ ഊരാൻ നോക്കി എങ്ങനെയല്ലോ. മോനെ അമ്മനെ ബിരിയാണി ഉണ്ടാക്കല്ലേ? ഇത് മൈലി ചെയ്യാൻ പോള കേട്ടാ. നീ എന്ത് കാണിക്കാണ്? നീ ഇപ്പൊ കൈവിട്ടില്ലേ? നമ്മൾ രണ്ടുപേരും പോകും. അതുകൊണ്ട് പോകാൻ ചെല്ല്, പോയി കമ്പോർക്കാൻ പോകും.
തുറക്കട. എന്താണ് നോക്കിയിരിക്കുന്നത്? പക്ഷെ കുറേ നല്ല ഓർമ്മകളൊന്നും പറയില്ലേ? കുറെ വന്നിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. മോൻ ചെല്ല്. നിന്റെ കയ്യിൽ ചോര. ആവുന്ന നീ കഴിയ വേണ്ട. നീ അകത്തോട്ടില്ല. നീ വേണ്ടി കാത്തിരിക്കുക. അതൊന്നും നീ കാര്യമാക്കണ്ട. നീ അകത്തോട്ടേ അല്ല. നീ അങ്ങോട്ടൂടെ നോക്ക്.